ഇന്ന് ഞങ്ങൾ ഇതാ ചിപ്സ് ഉണ്ടാക്കാൻ പോണേണ്. 4 പഴം എടുത്തിട്ടുണ്ട്, 1/2 കിലോ പഴം. 1/2 കിലോ പഴത്തിൽ എളുപ്പത്തിനാണ് കേട്ടോ. വേറെ പഴം എത്രയും വേണമെങ്കിൽ പൊരിക്കാം. ഇത് എളുപ്പത്തിന് കുട്ടികൾക്ക് അത് കടയിൽ നിന്ന് വാങ്ങണേലും നല്ല അവനെ പൊരിച്ചെടുക്കണതാണ്. അപ്പോൾ ഞങ്ങളത് വെള്ളത്തോട് ചെയ്യാൻ പറ്റുമോ? വെള്ളമില്ല. ഇത് ഇങ്ങനത്തെ ഒരു ഇതെടുത്തിട്ട് ഇതാ വേണ്ട, ഒരു പണിയില്ല, എളുപ്പമാണ്. ഓരോ പഴം വെച്ച് നമുക്ക് കുറച്ച് ചട്ടി, കുറച്ച് എണ്ണയിലാണെങ്കിൽ ഓരോ പഴം വെച്ചിട്ട് ഇങ്ങനെ ചെത്തി എടുത്തിട്ട് പെട്ടെന്നാവും. കുട്ടികൾക്കൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കിയ ചിപ്സ് കൊടുക്കാം. നന്നായിട്ട് ചിപ്സ് അതാണ് ഒരു പഴത്തിൻ്റെ അതിന് 4 പഴം കൊണ്ടാണ് ഞങ്ങൾ 1/2 കിലോ പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ പാത്രത്തിൽ കുറേ മറ്റേ പ്ലെയിൻ മതി. എനിക്കിങ്ങനെ ലേസിൻ്റെ ഇഷ്ടമാണ്. ഒച്ച വരുമല്ലോ ഇത് ആയി കഴിയില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ കലകലാന്നുള്ള ഒച്ച വരുമല്ലോ. കണ്ട ഇതുപോലെ നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ഒരു 1.5 മിനിറ്റൊക്കെ വരുള്ളൂ ഇങ്ങനെ പൊരിച്ചെടുക്കാൻ. അരമണിക്കൂർ കൊണ്ട് വേണ്ട 4 കായ പൊരിക്കുകയാണെങ്കിൽ പെട്ടെന്നാവും. അപ്പോൾ ഈ പരുവത്തിലാണ് ഞാൻ കോരിയെടുക്കണം കേട്ടോ. അല്ലേ 1/2 കിലോ പഴമാണ്, 4 എണ്ണമാണ് 1/2 കിലോ പഴം. ഈ 1/2 കിലോ പഴം 4 പഴത്തിൽ ഇത്രയും നമ്മൾ ചിപ്സ് ഉണ്ടാക്കി. നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കിയാൽ നല്ല ചിപ്സ് തിന്നായിരിക്കും. ഇത് പണി കഴിയും. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മുടെ ചിപ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അതേപോലെ പുറത്തുനിന്ന് വാങ്ങുന്ന ചിപ്സിനേക്കാളും നല്ല കട്ടി കുറവുമാണ്. പിന്നെ ടേസ്റ്റിയും കൂടാണ്. നമുക്ക് ആ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ആക്കുക. നമുക്ക് വീട്ടിൽ തന്നെ ചിപ്സ് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് വീട്ടിലുണ്ടാക്കി ട്രൈ ആക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.